നമസ്കാരം. വീക്ക്ലി റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ സിസ്റ്റർ റൂബിനി CTC. കഴിഞ്ഞ ആഴ്ച വത്തിക്കാനിലും ആഗോള കത്തോലിക്ക സഭയിലും നടന്ന പ്രധാന സംഭവങ്ങളുടെ സംഗ്രഹമാണ് നാം കേൾക്കുന്നത്. തിങ്കളാഴ്ച വത്തിക്കാനിൽ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച നടന്നു. പാപ്പയുടെ അനുമതിയോടെ വിശ്വാസങ്ങൾക്കായുള്ള ഡിക്കാസ്റ്റഡി പ്രീഫെക്ട് കാർഡിനൽ വിക്ടർ മാനുവൽ ഫെർണാണ്ടസും സൊസൈറ്റി ഓഫ് സെന്റ് പയസ്റ്റൺ എന്നറിയപ്പെടുന്ന സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ ഫാദർ ദാവീദെ പലിയറിനിയും ഹോളി ഓഫീസ് പാലസിൽ കൂടിക്കാഴ്ച നടത്തി. പാപ്പയുടെ അനുമതിയില്ലാതെ ജൂലൈ 1 സെന്റ് പയസ്റ്റൺ സമൂഹം നടത്താനിരുന്ന മെത്രാഭിഷേകങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കണമെന്ന നിബന്ധനയിൽ സഭയുമായി പൂർണ്ണ ഐക്യത്തിലേക്കുള്ള ദൈവശാസ്ത്ര ചിന്താപരമായ സംവാദത്തിന് പരിശുദ്ധ സിംഹാസനം അവരെ ക്ഷണിച്ചു. ഈ സംവാദം സഭയുമായുള്ള സെന്റ് പയസ്റ്റൺ സമൂഹത്തിന്റെ ഐക്യം സംരക്ഷിക്കുന്നതിൽ നിർണായകമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. നൈജീരിയയിൽ നടന്ന ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പാപ്പ തന്റെ ദുഃഖം രേഖപ്പെടുത്തി. നിരപരാധികളായ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ അധികാരികൾ കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പാപ്പ അഭ്യർത്ഥിച്ചു. ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവർക്കും തട്ടിക്കൊണ്ടുപോയവർക്കുമായി അദ്ദേഹം പ്രത്യേക പ്രാർത്ഥനകൾ അർപ്പിച്ചു. ലൂർദ് മാതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് വത്തിക്കാൻ തോട്ടത്തിൽ രോഗികളുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തി. വേദനയും സ്നേഹവും ജീവിതത്തിൽ എങ്ങനെ ദൈവവിശ്വാസത്തിലൂടെ അർത്ഥവത്താകുന്നുവെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. രോഗികളെയും ആരോഗ്യപ്രവർത്തകരെയും അനുഗ്രഹിച്ച അദ്ദേഹം ദുഃഖത്തിൽ പോലും പ്രത്യാശ കൈവിടരുതെന്ന് പറഞ്ഞു. 2026 തപസ്സുകാലത്തോടനുബന്ധിച്ച് പാപ്പയുടെ സന്ദേശം പുറത്തിറക്കി. ഫെബ്രുവരി 18 വിഭൂതി ബുധനോടെ ആരംഭിക്കുന്ന ഈ വിശുദ്ധകാലം ദൈവത്തിന്റെ രഹസ്യം ജീവിതത്തിന്റെ കേന്ദ്രത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള അവസരമാണെന്ന് പാപ്പ വ്യക്തമാക്കി. കടുത്ത വാക്കുകളും അതിവേഗത്തിലുള്ള വിധികളും ഒഴിവാക്കണമെന്ന് പാപ്പ പറഞ്ഞു. കേൾവിയുടെയും ഉപവാസത്തിന്റെയും ആത്മാവിൽ നവീകരിക്കപ്പെടാൻ വിശ്വാസികളെ അദ്ദേഹം ആഹ്വാനം ചെയ്തു. പ്രത്യേകിച്ച് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത് ഒരു പ്രായോഗിക ഉപവാസമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കുടുംബങ്ങളിലും സമൂഹങ്ങളിലും സൗഹൃദവും ബഹുമാനവും നിറഞ്ഞ ഭാഷ പ്രയോഗിക്കണമെന്ന് പാപ്പ ആവശ്യപ്പെട്ടു. റോമിലെ ഓസ്തിയാലിദോയിൽ സ്ഥിതി ചെയ്യുന്ന സാന്താ മരിയ റെജിന പാജിസ് പള്ളിയിലേക്ക് പാപ്പ തന്റെ ആദ്യ അജപാലന സന്ദർശനം നടത്തും. കുട്ടികളും യുവജനങ്ങളും വയോധികരും രോഗികളും ഉൾപ്പെടെ വിശ്വാസികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും വിശുദ്ധ ബലി അർപ്പിക്കുകയും ചെയ്യും. സമാധാന രാജ്ഞിയായ പരിശുദ്ധ മറിയത്തിന് സമർപ്പിതമായ ഇടവകയാണിത്. ആയുധമില്ലാത്തതും ആയുധരഹിതമാക്കുന്നതുമായ സമാധാനം എന്ന ആശയം സ്ഥാനമേറ്റ നാൾ മുതൽ ഊന്നിപ്പറയുന്ന ലിയോ 14 പാപ്പയുടെ സന്ദേശവുമായി ഈ സന്ദർശനത്തിന് പ്രത്യേക അനുബന്ധമുണ്ടെന്ന് ഫാദർ പത്താനെ വ്യക്തമാക്കി. ഇവയായിരുന്നു കഴിഞ്ഞ ആഴ്ച വത്തിക്കാനിൽ നിന്നുള്ള പ്രധാന വാർത്തകൾ. ഇതൊരുക്കിയത് സിസ്റ്റർ റൂബിനി CTC. അടുത്ത ആഴ്ച പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.